മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ചവിട്ടിമെതിക്കാമെന്ന് മോഹിച്ച അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും അഹങ്കാരത്തിന് മേൽ വീണ കനത്ത പ്രഹരമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നാം കാണുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമാണ് ഇറാൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്കും ഇറാൻ സേന മിസൈൽ ആക്രമണം നടത്തിയതായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവസാനം തങ്ങളുടെ കൈകൊണ്ടാകുമെന്ന് ഇറാൻ സേന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ച് തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണമാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡറുടെ ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ ചതിപ്രയോഗം ഒരു ജനതയുടെ പോരാട്ടവീര്യത്തെ തളർത്താനല്ല, മറിച്ച് വൻ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള അഗ്നി പടർത്താനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനയുടെ രക്തസാക്ഷിത്വം അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതറിയാനുള്ള ഇറാന്റെ ധീരമായ പോരാട്ടത്തിന്റെ തുടക്കമായാണ് മാറിയിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ വിദേശാധിപത്യം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടുമായി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അത് കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ ചോരക്കളമാക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾക്കുള്ള അന്ത്യകൂതാശയാണ്. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇനി അധിനിവേശത്തിൻ്റെ കരിനിഴൽ വീഴില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ, സൈനിക ഭീഷണികൾ എന്നിവ നേരിട്ടിട്ടും സ്വന്തം പ്രതിരോധശേഷി സ്വയം നിർമ്മിച്ചെടുത്ത രാജ്യമായി ഇറാൻ വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ശക്തരായ സൈനിക സഖ്യങ്ങളെ നേരിടുമ്പോഴും പിന്മാറാതെ നിലകൊണ്ട ഈ സമീപനം ചെറിയ രാജ്യങ്ങൾക്ക് പോലും സ്വയം രക്ഷാസാധ്യമാണെന്ന ആത്മവിശ്വാസത്തിൻ്റെ ഉദാഹരണമായി പലരും കാണുന്നു. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, എംബസികളും വ്യാപകമായാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക അവകാശപ്പെട്ട ആധുനിക യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഷോക്കാണ്. നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് വ്യക്തമാക്കിയത്. ഇത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ വിമാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സകല അമേരിക്കൻ താവളങ്ങളും തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ സേന ഇസ്രായേലിനെതിരായ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ ഇരട്ടിയിലധികം പ്രഹരം ഇറാനും നൽകുമ്പോൾ ഇറാൻ സൈന്യത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടൽ കൂടിയാണ് തെറ്റുന്നത്. ഈ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തിയാണ്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ യുദ്ധതന്ത്രത്തിലെ ആദ്യഘട്ട ആയുധങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച പുരോഗതി ഈ യുദ്ധത്തിൻ്റെ ഗണിതം തന്നെ മാറ്റിയതായി പറയപ്പെടുന്നു. ഇറാന്റെ പ്രതിരോധത്തിൻ്റെ മറ്റൊരു പ്രധാന അടിസ്ഥാനം ഭൂഗർഭ മിസൈൽ നഗരങ്ങളാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ആഴത്തിൽ നിർമ്മിച്ച സംഭരണ കേന്ദ്രങ്ങളും രഹസ്യ വിക്ഷേപണ താവളങ്ങളും ആദ്യ ആക്രമണങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പിക്കപ്പെട്ടവയാണ്. ഒരു ആക്രമണം കൊണ്ട് തന്നെ സൈനിക ശേഷി തകർന്നു പോവില്ലെന്ന ഉറപ്പ് നൽകുന്ന ഈ സംവിധാനം ഇറാന്റെ ദീർഘവീക്ഷണത്തെയും വ്യക്തമാക്കുന്നു. കടൽ മേഖലയിലും ഇറാൻ തന്ത്രപരമായി ശക്തി പ്രകടിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ഊർജ്ജ വ്യാപനത്തിൻ്റെ ജീവരേഖയായ ഫോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇറാനെ ആഗോള സാമ്പത്തിക ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് ഉയർത്തുന്നു. ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി വെറും ആയുധങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, തന്ത്രപരമായ സ്ഥാനബലത്തിലും ആസൂത്രണത്തിലുമാണെന്നതിൻ്റെ തെളിവാണിത്. വർഷങ്ങളായുള്ള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും മറികടന്ന് സ്വന്തം സാങ്കേതികവിദ്യയും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്ത രാജ്യം ലോകത്തിലെ വൻ ശക്തികളോട് പോലും ഭയപ്പെടാതെ നിലകൊള്ളാമെന്ന സന്ദേശമാണ് നൽകുന്നത്. ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ ആഭ്യന്തര കലാപമുണ്ടാക്കി അട്ടിമറി നടത്താനും അമേരിക്കയ്ക്ക് കഴിയുകയില്ല. കരസേനയെ അയച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ അമേരിക്കൻ സൈന്യത്തെ കാത്തിരിക്കുന്നത് വിയറ്റ്നാമിൻ്റെ അനുഭവമായിരിക്കും. കൂറ്റൻ പർവ്വതങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഇറാൻ ശത്രുക്കളെ സംബന്ധിച്ച് ഒരു കെണിയായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. മിസൈൽ കരുത്തിൽ മാത്രമല്ല, കരസേനയുടെ കരുത്തിലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ എന്നതിനാൽ അവിടെ അതിക്രമിച്ചു കയറുന്നവർക്ക് പിടിച്ചു നിൽക്കുക എന്നത് സാധ്യമായ കാര്യമല്ല.